എടാ തോമകളീനറിയോ? തോമസ് എളിയൻ ആ ആ തോമസ് അളിയൻ ആ ചെവി വയ്ക്കലാത്തെ ഉവ്വ ഉവ്വ ഇവിടെ ആ പുള്ളിയുടെ മൂത്ത മോള് ആ ഏഹ് സുന്ദരിയാ ആ ജിതയാന്നേ ആ പക്ഷേ കണക്ഷനാ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അത് എല്ലായിടത്തും നോക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ. നുണയായിരിക്കും ചില പറയണേ, ഒപ്പിച്ചങ്ങ് പറയും. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ശരിക്കും പ്രേമിച്ചിരുന്ന സമയത്ത്? അങ്ങനെയൊക്കെ പറയൂലോ കൂട്ടത്തിനടുത്തൊക്കെ കള്ളാട്ടോ. എന്താ ഭാര്യയോട് എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ എന്റെ എന്തൊരു സ്കില്ല് കണ്ടിട്ടാ നീ വീണത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാ നീ ഇംപ്രസ് ആയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും സ്കില്ലൊന്നും കാണാനുള്ള യോഗയാണ് എന്നു പറഞ്ഞാൽ അങ്ങനെ ഒന്നിച്ച് പഠിച്ചു തന്നാ. ആ അല്ല ഓരോ കഴിവുണ്ടാവില്ല, പാട്ട് പാടാൻ, മിമിക്രി പറയാൻ, അങ്ങനെ 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 ഉദ്ദേശിച്ചു ഞാൻ. ഞാൻ മിമിക്രിയൊക്കെ തുടങ്ങണ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. കോളേജ് ജീവിതമൊക്കെ തുടങ്ങി ഉഴൂർ കോളേജിലാണ് പഠിക്കുന്നത്, സെന്റ് സ്റ്റീഫൻ. വൈഫ് അപ്പൊ കണ്ടിട്ടുണ്ടോ മിമിക്രി ചെയ്യുന്നത് ലൈവായിട്ട് ആ സമയത്ത്? പിന്നെയൊക്കെ കഴിഞ്ഞിട്ടാ, ഓ ഒത്തിരി ആള് കഴിഞ്ഞിട്ടാ. ഞാനൊക്കെ പഠിക്കുമ്പോ ഒന്നും ചെയ്യാറില്ല, പാട്ട് പോലും പാടിയില്ല അത്രയൊക്കെ. കോളേജ് ജീവിതമൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ മിമിക്രിയിലേക്ക് ചുമ്മാ ഈ തമാശകൾ പറഞ്ഞ് കൂട്ടത്തിൽ ചിരിപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് മിമിക്രി കയറി. ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ ഈ മിമിക്രി ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയും കലാഭവനിൽ കളിക്കണം, അതാണല്ലോ ഏറ്റവും വലിയ ചിന്ത. ഞാൻ പിന്നെ വന്നത് മുഴുവൻ പ്രൊഫഷണൽ ട്രൂപ്പിലായിട്ട്. നേരെ അബീകയുടെ ട്രൂപ്പിൽ വന്നു, അത് കഴിഞ്ഞ് കലാഭവനിൽ 4 വർഷം കളിച്ചു. അങ്ങനെ ഓരോ ട്രൂപ്പിൽ അങ്ങനെ കളിച്ച് പോയി. ഇതൊരു ചെറിയ സിനിമയും കൂടിയാണല്ലോ, തിരക്കണ ചിലപ്പം നേരം ഇൻ ടേംസ് ഓഫ് ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ. ഇപ്പൊ മലയാളത്തില് വലിയ വലിയ സിനിമകൾ വരുന്നു, ദൃശ്യം വരുന്നു, അതിരടി വരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒഴുക്കിപ്പെട്ടിട്ട് ഈ സിനിമ ആളുകൾ കാണാടാവോ, അതിനുള്ള ഒരു കറക്റ്റ് ഒരു സ്പോട്ട് ലൈറ്റ് കിട്ടുമോ, അങ്ങനെ ആലോചിക്കുന്നുണ്ട്? അല്ല, ഇത് കാണും. എന്നാന്ന് വെച്ചാൽ ഇത് കുട്ടികളുടെ സിനിമ മാത്രമല്ല. ഇത് കുട്ടികൾ ആണ് മെയിൻ എങ്കിൽ തന്നെയും ഈ കുട്ടികളുടെ മാതാപിതാക്കളും ടീച്ചർമാരും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അതുകൊണ്ട് എല്ലാവരും കാണും. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തേക്കണ ഒരു വേഷം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പവർഫുള്ളായ ഒരു അപ്പൻ. ആദ്യമായിട്ട് ചെയ്യുന്ന വേഷം കേട്ടോ, കുഞ്ഞിൻ്റെ അപ്പനായിട്ട് ചെയ്യുന്ന ഒരു വേഷം. പക്ഷെ അത് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഈ ഇപ്പോഴത്തെ കുട്ടികളില്ലേ, ജെൻസി ജെൻ ആൽഫ കുട്ടികൾ, അപ്പൊ അവരിൽ വയലൻസ് കൂടുതലാണ് എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അല്ലെങ്കിൽ അവരിൽ ലഹരി ഉപയോഗം കൂടുതലാണ്, അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഉണ്ടോ? ഇപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് അഭിനയിച്ച സമയത്ത് ഇവരിലെന്തോ കുഴപ്പമുണ്ട്, അങ്ങനെ തോന്നിയോ? ഇതിന്റെ അകത്ത് ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്നു പറയട്ടെ, അത് ഞാൻ പറയാം. കാരണം വെച്ചാൽ 4 കുടുംബത്തിലെ കുട്ടികളാണ്. അപ്പൊ അവരുടെ ഫാമിലി എന്താണെന്ന് എനിക്കറിയത്തില്ല. അല്ല, പൊതുവിൽ ഇങ്ങനത്തെ വാർത്തകളൊക്കെ അതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതൊക്കെ കേൾക്കുന്നുണ്ട്. ഈ പടത്തിൽ അത് ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ദൃശ്യം പോലെ തന്നെ എൻ്റെ സാധനം മാത്രമേ ചെയ്യുന്നുള്ളൂ. എൻ്റെ ഷൂട്ടുള്ള ദിവസം എനിക്ക് 5 ദിവസം ഷൂട്ടിങ്, ഞാൻ എൻ്റെ 5 ദിവസം മാത്രമേ ഇട്ടിട്ടുള്ളൂ, മറ്റുള്ളവരായിട്ട് മിങ്കിളിങ്ങില്ല. ഇപ്പൊ കഥ കേൾക്കണമെന്നോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അയച്ചു തരുമെന്നോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടോ? അപ്പൊ ആരെങ്കിലും ഒരു പറയാറില്ല? ഒന്നുമില്ല. നേരെ ഇതിനകത്ത് കഥയൊന്നും കേട്ടില്ല, ചെന്ന് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്തു, വേറൊരാളാ ചെയ്തേ. പുള്ളി ഇങ്ങനെ ചെയ്തിട്ട് 10-28 ടേക്ക് ഔട്ട് ആയിട്ട് മടുത്തു. സാറ് മടുത്തു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ട് ക്യാമറമാനോട് പറഞ്ഞു. അപ്പോൾ ടോൺസ് എന്നെ വിളിക്കുന്ന ക്യാമറമാൻ അജിത്ത് ഇന്ന് വരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചെന്ന് അഭിനയിച്ച. ഇപ്പൊ ദൃശ്യം 2 ദൃശ്യം 3 ഒക്കെ സ്ക്രിപ്റ്റ് കിട്ടുമല്ലോ മുമ്പേ. അപ്പൊ ഈ സ്ക്രിപ്റ്റ് കൈ കിട്ടി കഴിഞ്ഞാൽ ഇതിങ്ങനെ നിധി പോലെ കാത്തു സൂക്ഷിക്കുമല്ലോ, ആരെയും കാണിക്കാതെ. അതെങ്ങനെയാ ചെയ്യാ? അപ്പത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇല്ല, 1, 2 ചെയ്യുമ്പോ കൊറോണ ടൈം, അപ്പൊ നമ്മളെ നേരത്തെ ടെസ്റ്റ് ചെയ്ത് നമ്മളെ റൂമിൽ കയറ്റിയേക്കുക. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് മുഴുവൻ നമുക്ക് പഠിക്കാനുള്ള മുഴുവൻ എൻ്റെ ഇരിക്കുക, തന്നേക്കുക. അപ്പൊ ഞാൻ വെള്ളം പോലെ പിടിച്ചേക്കുക. ഒരാഴ്ചയായി നമ്മുടെ ഇരിക്കണേ ഇത്. അപ്പൊ ഞങ്ങൾ ഇന്നും ഞാനും സുമേഷ് ഉണ്ട്, സുമേഷ് അവനും ഉണ്ട് അപ്പുറത്തെ റൂമിൽ. അവൻ ഞങ്ങൾക്കിത് തന്നേക്കുക, ഞാനത് പഠിച്ച് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. 3 അങ്ങനെ തരുന്നില്ല, സ്ക്രിപ്റ്റ് തന്നിട്ടില്ല. അത് തരും ഷൂട്ടിന് ഒരു 10 മിനിറ്റ് മുമ്പ്. 10 മിനിറ്റ് മുമ്പ് തന്നെ. അപ്പോഴേ അത്രേ ഉള്ളൂ. ഇതൊക്കെ 2 ആഴ്ച മുമ്പോഴൊക്കെ 2 തന്നുകൊണ്ട് നമുക്ക് സുഖമായിരുന്നു പഠിക്കാൻ. എന്നാലും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഡയലോഗ് വലിയ ഡയലോഗൊന്നുമില്ല. ഇപ്പൊ ജിത്തു ജോസഫ് എന്നുള്ള ഒരു സംവിധായകൻ ഇപ്പൊ പ്രത്യേകിച്ച് സ്റ്റേജിൽ നിന്ന് വരുന്ന ആക്ടേഴ്സിനോട് കാണിക്കുന്ന ഒരു കൺസിഡറേഷൻ ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട ക്രൈം ത്രില്ലർ സിനിമകളിലൊക്കെ വില്ലനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു മിമിക്രി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ തമാശയൊക്കെ ചെയ്യുന്ന, ഹ്യൂമറൊക്കെ ചെയ്യുന്ന ആളായിരിക്കും പ്രധാനപ്പെട്ട സീരിയൽ കില്ലറൊക്കെ ആയി വരുന്നത്. അദ്ദേഹം കാണിക്കുന്ന ഈ ഒരു കൺസിഡറേഷൻ, ഒരു മനോഭാവം, അതിനെ ചേട്ടൻ എങ്ങനെയാ നോക്കിക്കാണുന്നത്? അയ്യോ, അത് നല്ലതല്ലേ.
എത്രയോ ആർട്ടിസ്റ്റുകൾക്ക് പുള്ളി ജീവിതം കൊടുത്തതെന്ന് അറിയാം. അതൊക്കെ ഭയങ്കരം. കാരണം അത് മിമിക്രിക്കാരെയൊക്കെ പൊക്കിക്കൊണ്ട് വന്ന ജിത്തു സാറാണ്. ഏ എത്ര എത്ര ആർട്ടിസ്റ്റുകൾ കയറി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ, സുമേഷ്, അതുപോലെ തന്നെ പ്രചോദ്, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളെയൊക്കെ പൊക്കിക്കൊണ്ട് വന്നു. ശ്രീകുമാർ, ശ്രീകുമാർ, അങ്ങനെ പറയുന്നതൊക്കെ ഇപ്പം ഈ ഇന്നാണ് വന്ന നുണക്കുഴി ആ സിനിമയിൽ മൊത്തം മിമിക്രിക്കാരാ. അതെ 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 അതെ. എല്ലാം മിമിക്രി ആർട്ടിസ്റ്റുകളല്ലേ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നർമ്മബോധം ഉണ്ടല്ലോ. ഇപ്പം തെലുങ്കിലേക്ക് വരുന്നോ അരക്കൈ നോക്കാൻ പറയുമ്പോ എന്നാ നോക്കാം, പിന്നെ മലയാളത്തിൽ അത് ശരിയാവട്ടെ എന്നൊക്കെ പറയുന്ന കൗണ്ടർ റെഡി, അങ്ങനത്തെ സംഭാഷണങ്ങൾ ഇപ്പോഴും ഉണ്ടാവാറുണ്ടോ? അദ്ദേഹം ഇപ്പോഴും അത്രയും ഇപ്പൊ ഇത്തിരി സൈലന്റാ പുള്ളി. ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. എങ്കിലും സംസാരിക്കും, അത്യാവശ്യം കൗണ്ടറൊക്കെ അടിക്കും. തിരക്കിനിടയിൽ അല്പനേരം ഒരു ബാലചന്ദ്രമേനോൻ സിനിമയുടെ ഒക്കെ ഒരു പേര് പോലെ ഉണ്ട്. എന്താ ശരിക്കും സിനിമ, എന്തിനെ പറ്റിയാ സിനിമ സംസാരിക്കുന്നത്? ഇത് ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് 4 സ്റ്റുഡൻസ് അവരെ ഒരു പടമാണ്. തിരക്കിനിടയിൽ അല്പനേരം അച്ഛന്മാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് കുട്ടികളെ ശ്രദ്ധിക്കാനൊരു ടൈം കിട്ടുന്നില്ല. അത് കിട്ടുന്ന സമയത്തിനാണ് ഇവർ പറഞ്ഞ തിരക്കിനിടയിൽ അല്പനേരം എന്നും പറഞ്ഞ് ഇറക്കിയേക്കുന്നത്. പണ്ടൊക്കെ നമ്മള് വളരെ നാച്ചുറലായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് ആളുകൾ കുറച്ചുകൂടി സമയമെടുത്ത് പഠിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പണ്ട് കുട്ടി ഉണ്ടാവുന്നതിനൊക്കെ മുമ്പ് ഇങ്ങനെ പാരന്റിങ് കോഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നിപ്പോൾ പാരന്റിങ് എങ്ങനെ കുട്ടികളെ വളർത്തണം എന്നുള്ളതിന് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴ്സുകളുണ്ട്. അതുപോലെ കുട്ടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് അതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ജനറേഷനിൽ നിന്ന് അപ്പുറത്തെ ജനറേഷൻ മാറി നിൽക്കുന്ന ഒരാളും കൂടിയാണല്ലോ. അപ്പോൾ ഇപ്പോൾ കുട്ടികളായിട്ട് ഇത്ര നേരം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, അങ്ങനെ എഫക്റ്റീവായിട്ട് സംസാരിച്ചാലേ കുട്ടികളിലേക്ക് ക്യാരക്ടർ ബിൽഡ് ആവുള്ളൂ, അല്ലെങ്കിൽ കുട്ടികൾ നമ്മളോട് മിങ്കിൾ ചെയ്യുള്ളൂ, അങ്ങനെയാണല്ലോ. ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇപ്പോഴത്തെ ഈ ചുറ്റുപാടിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരുമ്പം നമ്മൾ കാരണന്മാരറിയുന്നില്ല, ഒരിക്കലും ഒരു കേസും അറിയില്ല. കാരണം മൊബൈൽ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. കാരണന്മാരറിയുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു 20-25 മാർക്ക് 20 മാർക്കാണെന്ന് ഇരിക്കട്ടെ, 20 ആയിരിക്കും മാർക്ക്. അപ്പം നമുക്കൊരു 8 മാർക്കേ ഉള്ളൂ. 8 മാർക്ക് സ്ലൈറ്റിലാണ്, ചോക്കിലെഴുതി തരുവാണല്ലോ. നമ്മൾ മറ്റവനൊരു 18-19 മാർക്ക് കാണും. നമുക്കത് മോശമാണല്ലോ. നമ്മുടെ ഇതും ചോക്കുണ്ട്, ഓർമ്മ വരച്ചോണ്ട് 18 ആക്കിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് കാണിച്ചാൽ അവർക്ക് സന്തോഷം. അവരറിയുന്നില്ല. പിന്നെ അറിയുന്നത് നമ്മൾ തോറ്റു പോകുമ്പോഴാണ് അറിയുന്നത്. അവര് നമ്മൾ എഴുതിയതാ അമ്മേ അച്ഛാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവരൊന്നും പിന്നെ ചോദിക്കുവാണ്. ഇവരൊന്നും ചോദിക്കും എൻ്റെ കൊച്ച് 18 മാർക്ക് മേടിച്ചോളൂ, അന്നേരം അവർ കാണിച്ചു കൊടുക്കണം. അന്നൊന്നും ഒരു വിഷയമില്ല, പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പം അതൊന്നുമല്ല.